ഫിലിം സ്റ്റാർ വരുന്ന ഒരു 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 വേദിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വളണ്ടിയർമാരില്ലേ, സെക്യൂരിറ്റി ഇല്ലേ, ബോഡി ഗാർഡ് ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് അതേമാതിരി ചെയ്തുകൂടാ? നമസ്കാരം, ഞാൻ ജയ്സൽ. സലീം കുമാറിന്റെ മരണ വീട്ടിൽ അവിടെ ഈ ഓൺലൈൻ മീഡിയക്കാരെ ബഹളം ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ശ്രീനിവാസൻ മരിച്ചപ്പോഴും അവിടെ ഇതേ അവസ്ഥയായിരുന്നു. അന്ന് കുറേ ചർച്ചകളും ഇതിനെപ്പറ്റി ഓൺലൈൻ മീഡിയനെ പറ്റി കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് സ്വമേധ ഇത് ഒന്നും ആൾക്കാർ മാറി നിൽക്കും, അല്ലെ ആൾക്കാർ ഒന്നും വിട്ടു നിൽക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതിനെന്ത് ചെയ്യണം, അതിനെപ്പറ്റിയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും ഈ ഓൺലൈൻ മീഡിയയിലും കുറ്റം പറഞ്ഞ് പരസ്പരം നടന്ന് ഈ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മറന്നു ഒരു കാര്യം. നമുക്ക് മണിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം അതേ ഒരു ദുഃഖം തന്നെയാണ് സലീംകുമാറിന്റെ മരണത്തിൽ വന്നിരിക്കുന്നത്. വല്ലാത്ത നഷ്ടം. എന്നെപ്പോലുള്ള പ്രായമുള്ള എൻ്റെ ഈ പ്രായത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവും. ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ സലീംകുമാർ പറയാൻ തന്നെ ഒരു പാട്ടിൽ 5 ആളുകളടുത്ത് അന്ന് 4 ആളില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കോട്ട് നോക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് കലാകാരന്മാർ മിസ്സായി അല്ലേ? ഈ ദുഃഖത്തിൽ തന്നെ എല്ലാവരും കേരളത്തിൽ ഒരുവിധ ആൾക്കാരും പോകുന്നുണ്ടാവാം. അപ്പോൾ ഈ ഓൺലൈൻ മീഡിയ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ എന്ത് ചെയ്യാം, അതെല്ലാം ചിന്തിക്കണ്ടേ. ഒന്നുകിൽ ഒരു നിയമം വരണം, ഓൺലൈൻ മീഡിയ ലൈസൻസ് ത്രൂ മാത്രം, അല്ലെങ്കിൽ ദുബായ് സ്റ്റൈൽ. ദുബായ് ജനാധിപത്യ രാജ്യമല്ല എന്ന് പറഞ്ഞാലും മനസ്സമാധാനം നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു കണക്കിന് നല്ലതേ. അത് നമ്മളിങ്ങനെ എയറിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് സ്വന്തം വീട്ടിലെ ആൾക്കാർ കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ഒന്നുകിൽ മീഡിയക്കാരെ ലൈസൻസ് ത്രൂ മാത്രമാക്കുക, ബന്ധാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് എന്താ സംഭവിക്കുന്നത്? സാധാരണ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാം എന്താ ചെയ്യുന്നത്? അപ്പം തന്നെ അവിടെ വളണ്ടിയർമാർ വരും ഓരോ സംഘടനക്കും. ഇപ്പം കോൺഗ്രസ്, ലീഗ്, BJP. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് ആ നാട്ടിലുള്ള ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു സംഘടന വളണ്ടിയറായിട്ട് കൺട്രോൾ ചെയ്യാം. ഒരു മീഡിയക്കാരും ഒരു ഓൺലൈൻ മീഡിയക്കാരും അകത്തേക്ക് പ്രവേശിക്കരുത്. ഗേറ്റിന് പുറത്തുനിന്നും. ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ വരുന്ന ഒരു വേദിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വളണ്ടിയർമാരില്ലേ, സെക്യൂരിറ്റി ഇല്ലേ, ബോഡി ഗാർഡ് ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് അതേമാതിരി ചെയ്തുകൂടാ? അവർക്ക് കാണാനുള്ള സൗകര്യങ്ങൾ വെച്ചു കൊടുക്കുന്ന പൊതു ഹാളിലോ എവിടെയെങ്കിലും വെച്ചു കൊടുക്കുമ്പോൾ അത് ലൈനിൽ വന്നിട്ട് കണ്ടുപോട്ടെ കണ്ടുകൾക്ക്. അല്ലെങ്കിൽ വീഡിയോ മൊബൈൽ ഒരു കാരണവശാലും പുറത്തെടുക്കാത്ത അതിന് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് വളണ്ടിയർമാർ ഇറങ്ങണം ഇങ്ങനത്തെ പരിപാടിക്ക്. ഇങ്ങനത്തെ സംഭവങ്ങളിൽ എന്നാലേ ഇത് സ്റ്റോപ്പ് ആവുള്ളൂ. എന്നാലും സ്റ്റോപ്പ് ആവൂല, അവിടെ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ, സ്റ്റോപ്പ് ആവൂല. അല്ലാതെ ഇതിനൊരു മാറ്റം വരാൻ സാധ്യത വളരെ കുറവാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എവിടെയും ഒരുപാടായി കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കും.